അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങയിട്ടൊരു ചമ്മന്തിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ ചമ്മന്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ടല്ലോ, സൈക്കിൾ പോണ പോലെ പോവും, അങ്ങനത്തെ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതാ പച്ച മാങ്ങയാണ് എടുത്തിട്ട്, നല്ല നാടൻ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്നാണ്ട് ചെത്തി കൊടുക്കുക. നല്ല ഒന്നങ്ങണ്ട് തോലൊന്നാണ്ട് കളഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതാ ഇതായിട്ട് കളഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല, നല്ല തോല് കട്ടി ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇതിമ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ കത്തി കൊണ്ട് ഒന്നങ്ങണ്ട് ചെത്തി കൊടുത്തിട്ടോ. തോല് ചെത്തിയിട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് നല്ല തോല് കടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തോലൊക്കെ ചെത്തി കൊടുക്കുന്നത്. ചുറ്റുഭാഗത്ത് തോലൊക്കെ ചെത്തി കൊടുക്കുക. അപ്പം ഞാനിതാ ചെത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് അരച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസുകളായി കട്ട് ചെയ്യണത്. അപ്പം ഞാനിതാ എല്ലാ മാങ്ങ ഇങ്ങോട്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നമുക്ക് അവരാരെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് ചേർക്കാവുന്നതാണ്. ഞാനിത് 2 മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലോട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. പാകത്തിന് നമുക്ക് ലേശം ഉപ്പിട്ടെടുത്തിട്ട് ഒന്നങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതാ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലാണ്ട് അരയാന്ന് വെച്ചാൽ കുറച്ചൊരു കഷ്ണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, അങ്ങനത്തെ രൂപത്തിലാട്ടോ നമുക്ക് ചമ്മന്തി വേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല പെട്ടെന്ന് ചോറൊക്കെ കഴിക്കാൻ പറ്റും ഈ ഒരു ചമ്മന്തി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാ നമ്മുടെ മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്യണേ.